നമ്മളിപ്പോൾ ആളുകളോട് സംസാരിക്കുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സിനെ സപ്പോർട്ട് ചെയ്യുന്ന രീതിയിൽ, വെൽക്കം ചെയ്യുന്ന രീതിയിൽ സമൂഹം ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ ഒരു വിഭാഗത്തിന് ചെറുപ്പത്തിൽ അവർ കേട്ട് വളർന്ന ഒരു പേടിയാണ് ഈ ട്രാൻസ്ജെൻഡർ സമൂഹത്തിനോട്. ചിലപ്പോൾ ഇവരോട് തെറ്റൊന്നും ചെയ്തിട്ടുണ്ടാവില്ല, പക്ഷേ എങ്കിൽ അവർക്കൊരു പേടി, എന്തെന്നില്ലാത്തൊരു പേടി ഉണ്ടാവും. ചിലർ പറയുന്നത് ഇത് ഹോർമോണിൻ്റെ ഇതുകൊണ്ട് മാത്രമല്ല ഇവർ ട്രാൻസ്ജെൻഡേഴ്സ് ആവുന്നത്, ഇവർക്ക് ട്രോമകൾ കൊണ്ട് ട്രാൻസ്ജെൻഡർ ആയി അല്ലെ LGBT ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വരുന്ന ആളുകളുണ്ട് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ട്രോമ കൊണ്ട് നമുക്കൊരു ജെൻഡറൊക്കെ മാറുമോ? ട്രോമ കൊണ്ട് ആർക്കും ഒരു ട്രോമ കൊണ്ട് വല്ല ഡിപ്രഷനോ ആങ്സൈറ്റി ഒക്കെ വന്നാലായി, വല്ല പാനിക് അറ്റാക്ക് ഒക്കെ വന്നാലായി. മീൻസ് എനിക്ക് അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ അങ്ങനെ പറയാൻ കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഈ കഴിഞ്ഞിടയ്ക്ക് ഒരു ഒരു കമ്മ്യൂണിറ്റി മെമ്പറിൻ്റെ അമ്മയോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞു, എൻ്റെ മകൻ അല്ലെ മകൻ എന്ന് പറയാൻ കാരണം ട്രാൻസ്മെന്നാണ്. അമ്മ പറഞ്ഞ എൻ്റെ മകൾ എന്നാണ്. എൻ്റെ മകൾ ഇങ്ങനെ ആവാൻ കാരണം നെറ്റ്ഫ്ലിക്സ് കണ്ടതുകൊണ്ടാണ്. നെറ്റ്ഫ്ലിക്സിലെ ഇപ്പം വരുന്ന വെബ് സീരീസുകൾ കൊണ്ടാണ് ഇങ്ങനെയായി തീർന്നത്. പിന്നെ ഒരു കേസ്, ഓഫീസിലത്തെ ഒരു കേസിനകത്ത് ജെൻഡർ അധിക്ഷേപമാണ്. ആ കേസിൽ അവരുടെ അധിക്ഷേപിച്ച ആൾ പറഞ്ഞത് എറണാകുളത്ത് പോയത് കൊണ്ടാണ്. ആദ്യം മനസ്സിലാക്കുക, അങ്ങനെ ഇത് എന്താ മോട്ടിവേഷൻ വന്നെടുക്കുന്ന ഒരു വസ്തുതയല്ല. ഇപ്പോൾ എൻ്റെ ഒപ്പം പഠിച്ച കുട്ടി 1ാം റാങ്ക് വാങ്ങിച്ചു, ഞാനും 1ാം റാങ്ക് വാങ്ങിക്കണം എന്ന് ചിന്തിക്കുന്ന രീതിയിൽ ഇപ്പം എൻ്റെ ഫ്രണ്ട് ട്രാൻസ്മെന്നായി, ഞാൻ ട്രാൻസ്മെൻ ആവണം, അങ്ങനെ വരുന്നൊരു കാര്യമല്ല. അതാദ്യം മനസ്സിലാക്കുക. അല്ലാതെ ഈ ട്രോമ കൊണ്ടോ അങ്ങനെയുള്ള അങ്ങനെ ചിന്തിക്കാനുള്ള കാരണം മറ്റു സിനിമയാണ് മൈക്ക്. മൈക്ക് എന്ന് പറഞ്ഞാൽ അനശ്വരരാജന്റെ സിനിമ. ആ സിനിമ കൊണ്ട് തന്നെയാണ് അങ്ങനെ ഒരു തെറ്റായിട്ടുള്ള ഒരു കൺസെപ്റ്റ് ഉണ്ടാവാൻ കാരണം. അതിനോട് ഞാൻ ഒരിക്കലും യോജിക്കുന്നില്ല. കാരണം അങ്ങനെ ഒരു വ്യക്തിക്ക് ഞാൻ സ്ത്രീയാണ് അല്ലെങ്കിൽ ഞാൻ ഇന്ന് മുതൽ പുരുഷനാണ് എന്ന് ജീവിക്കാൻ തുടങ്ങിയ ഞാനൊരു എന്താ പറയുക, കൗണ്ടർ ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്. ഒരു ദിവസം മീശ വരച്ച് മുണ്ടും ഷർട്ടും ഇട്ട് എത്ര നേരം നടക്കാൻ പറ്റും? ശരി, എത്ര നേരം നടക്കാൻ പറ്റും? അല്ലെങ്കിൽ ഒരു പുരുഷനായ വ്യക്തി എന്താ പറയുക, സാരി ഉടുത്ത് ഒരു സ്ത്രീ ജീവിക്കുന്ന രീതിയിൽ എത്ര നേരം ജീവിക്കാൻ സാധിക്കും?